ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് എനിക്ക് ഉന്നക്കായ ഓർമ്മ വന്നത്. പിന്നെ ഒന്നും നോക്കില്ല, നേരെ നേന്ത്രപ്പഴം എടുത്ത് തൊലി കളഞ്ഞതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചു. വേവിക്കാൻ വെച്ച ആ ഒരു ടൈമിൽ നമുക്ക് തേങ്ങ ചിരകിയിട്ട് അതിലിട്ട് നമുക്ക് ഷുഗർ, അത് പഞ്ചസാര ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ അതിലേക്ക് നമുക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനിടാം. ഞാനിപ്പോൾ കുറച്ചേ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ അതിടാം. ആൻഡ് അതും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെ ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ നേന്ത്രപ്പഴം ഞാൻ എടുത്തൊന്ന് നോക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അതൊന്ന് ഉടച്ചു കൊടുക്കുക. ഉടക്കുമ്പോൾ നമ്മൾ ചൂടോടെ ഉടക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചൂടല്ലാണ്ട് ആറിയിട്ട് ഉടക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ചൂടുള്ള സമയത്ത് തന്നെ നല്ലപോലെ ഒന്ന് ഉടച്ച് സ്മൂത്താക്കി വെക്കുക. ഇതുപോലെ അങ്ങോട്ട് വെക്കുക. അതുപോലെ തന്നെ കയ്യിലോട്ട് കുറച്ച് എണ്ണ തേച്ച് തടവിയിട്ട് പിന്നെ നമുക്ക് അത് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി വെക്കണം. ഇതുപോലെ ഉരുട്ടി വെക്കണം. കുറേ ഉണ്ടാക്കാം. അപ്പോൾ എണ്ണ തേക്കാൻ നല്ലോണം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു തേങ്ങയുടെ മിക്സ് അതിലോട്ട് ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കാം. പിന്നെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ എടുത്തതിന് ശേഷം അതൊന്ന് പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം അതൊക്കെ എല്ലാം കൂടി ഒന്ന് വച്ച് കൊടുക്കാം. എല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉന്നക്കായ ചെറുതൊക്കെ ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ പൊട്ടാത്തത് മാത്രം സെർവ് ചെയ്തെടുക്കും. അങ്ങനെ നമ്മുടെ ഉന്നക്കായ റെഡിയായി. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്തെടുക്കാം. ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കത്തി വെച്ച് കട്ട് ചെയ്യുകയാണ് ചെയ്തത്. നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉള്ളൊക്കെ ഒന്ന് കാണിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തു. സത്യം പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.